Hey everybody, welcome to JD's Garage. ഇന്ന് we are back with the news. ഈ കഴിഞ്ഞൊരാഴ്ച ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ടൈമായിരുന്നു ഫോർ ദി ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി. ആക്ച്വലി ഇന്ത്യൻ ഇൻഡസ്ട്രി മാത്രമല്ല, നമ്മൾ ഇൻ്റർനാഷണൽ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിലും പല വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരാഴ്ചയാണിത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ്. ആസ് യു മേ നോ, ഈ ആഴ്ചത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സൈറ്റിംഗ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹീന്ദ്രയുടെ 2 പുതിയ ഇലക്ട്രിക് SUVs ലോഞ്ചായിരിക്കുകയാണ്. സോ മഹീന്ദ്ര ദേ ഹവ് ഗോൺ ഓൾ ഔട്ട് ഇൻ ദിസ് ആൻഡ് 2 പുതിയ വെഹിക്കിൾസാണ് കാണിച്ചിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് ദ BE6E ആൻഡ് ദ XEV9E. ഈ 2 വണ്ടികളെ പറ്റി നമ്മൾ കഴിഞ്ഞൊരു ന്യൂസ് എപ്പിസോഡ്സിലും പറഞ്ഞിട്ടുണ്ട്. ഫൈനലി ദ വെഹിക്കിൾ ഹാസ് ബീൻ അൺവെയിൽഡ്. നമ്മൾ ഈ വണ്ടിയുടെ കാര്യം നോക്കുമ്പോൾ മഹീന്ദ്ര 2 പുതിയ ബ്രാൻഡ്സ് ആയിട്ടാണ് ഇതിനെ അൺവെയിൽ ചെയ്തിരിക്കുന്നത്. സോ ബി എന്ന് പറഞ്ഞിട്ടുള്ള മഹീന്ദ്രയുടെ ഒരു പുതിയ ബ്രാൻഡാണ്. സോ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ഇൻഡിവിജ്വൽ, ബി ഡിഫറൻറ്റ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ദാറ്റ്സ് ഓൾ മാർക്കറ്റിംഗ് ജാർഗൺ. പക്ഷേ എന്തായാലും ബി എന്നുള്ള ബ്രാൻഡിൽ കുറേ വണ്ടികൾ വരുന്നു. പിന്നെ XEV എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ബ്രാൻഡിൽ വേറെ കുറച്ച് വണ്ടികൾ വരുന്നു. എന്തായാലും ദിസ് ഇസ് ട്രേഡ് മാർക്ക് മഹീന്ദ്ര. അവരുടെ ആ ഒരു കുറേ പരിപാടികൾ ഇതേപോലെ ചെയ്യാറുണ്ട്. ഇങ്ങനെ കുറേ ബ്രാൻഡുകളും കുറേ സബ് ബ്രാൻഡുകളും ഒക്കെ ലോഞ്ച് ചെയ്യാറുണ്ട്. ബട്ട് ലെറ്റ്സ് കീപ് ഓൾ ഓഫ് ദാറ്റ് അസൈഡ്. നമുക്ക് വണ്ടികളെ പറ്റി പറയാം. വണ്ടികൾ അവരുടെ പുതിയ ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിലെ ഫസ്റ്റ് 2 പ്രൊഡക്ട്സാണ്. ഇൻഗ്ലോ ഇസ് എ ബോൺ EV പ്ലാറ്റ്ഫോം. ബോൺ EV എന്ന് പറയുമ്പോൾ അതിനെ ഗ്രൗണ്ട്സ് അപ്പ് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രിക് വെഹിക്കിളായിട്ടാണ്. സോ നമ്മളൊരു ബോൺ EV പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ വൈ വി ആർ ഗെറ്റിംഗ് സോ എക്സൈറ്റഡ് ഇസ് ബിക്കോസ് അതിന് നമ്മുടെ ഒരു ട്രഡീഷണൽ ഐസ് കൺവേർട്ട് വെഹിക്കിൾസ് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര അധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. യു ഹാവ് ബെറ്റർ പാക്കേജിങ്, ബെറ്റർ സ്പേസ്, അതേപോലെ ബെറ്റർ എഫിഷ്യൻസി ആയിരിക്കും അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും എല്ലാം. ആൻഡ് ഡ്രൈവിംഗ് എവറിത്തിങ് ഇസ് ട്യൂൺഡ് ഫ്രം ഗ്രൗണ്ട്സ് അപ്പ് ടു ബി ആൻ ഇലക്ട്രിക് വെഹിക്കിൾ. സോ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഫണ്ടമെൻ്റൽ ഒരു ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ആ ഫ്ലോർ ഫുൾ ബാറ്ററി ആയിരിക്കും. ആൻഡ് ഇലക്ട്രിക് കോമ്പണൻസ് മൗണ്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും അതിൻ്റെ ഡിസൈൻ എല്ലാം തുടക്കത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 വണ്ടികൾ ആക്ച്വലി ആ കാര്യത്തിൽ ദേ ആർ വെരി അക്കംപ്ലിഷ്ഡ്. 2 വണ്ടിയും ബേസിക്കലി സെയിം പ്ലാറ്റ്ഫോമും സെയിം വണ്ടികളുമാണ്. അതിൻ്റെ വീൽ ബേസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷേ എക്സ്റ്റീരിയർ സ്റ്റൈലിങ്ങും അതേപോലെ അതിൻ്റെ ഒരു ഓവറോൾ സൈസും ആണ് വ്യത്യാസം വരുന്നത്. 6E എന്ന് പറയുന്നത് ഇസ് ദ സ്റ്റാർട്ടിങ് ഓഫ് ദ ഇൻഗ്ലോ റേഞ്ച്, അങ്ങനെ പറയാം ആസ് ഓഫ് നൗ. അപ്പോൾ അത് ബേസിക്കലി അവരുടെ ഒരു കേവ്, ക്രെറ്റ, EV ഇതിൻ്റെയൊക്കെ കമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മേ ബി ആ വണ്ടി ഇറക്കിയിരിക്കുന്നത്. ആൻഡ് ദി XEV9E ഇസ് സ്ലൈറ്റ്ലി അബവ് ദാറ്റ്. പക്ഷേ ഇതിനകത്തുള്ള എക്സൈറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 വണ്ടികൾ നമ്മൾ കേവ്, ക്രെറ്റ, EV അല്ലെങ്കിൽ MG ZS എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യുമ്പോഴും ദീസ് വെഹിക്കിൾസ് ആർ കംപ്ലീറ്റ്ലി സെഗ്മെൻറ്റ് അപ്പാർട്ട്, ഒരു ലീഗ് അപ്പാർട്ട് എന്ന് തന്നെ പറയാം. മഹീന്ദ്രയുടെ പ്രസൻറ്റേഷനിൽ അവർ പറഞ്ഞിരുന്ന 40, 50, 60 ലക്ഷം രൂപയുള്ള വണ്ടികളൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. Whereas these vehicles are priced very attractively. Between 20 and 23 lakhs ആണ് ഈ 2 വണ്ടികളും ഓൺ റോഡ് പ്രൈസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഇൻസെയിൻ. മഹീന്ദ്ര അവരുടെ എല്ലാ ലോഞ്ചിലും ചെയ്യുന്നൊരു പരിപാടിയാണ് ബേസ് മോഡൽസിൻ്റെ പ്രൈസ് കാണിക്കും, എന്നിട്ട് ബാക്കിയുള്ളത് വെയിറ്റ് ചെയ്യിക്കും. കുഴപ്പമൊന്നുമില്ല, കാര്യം ബേസ് മോഡലും മഹീന്ദ്രയുടെ കാര്യത്തിൽ അത്യാവശ്യം ലോഡഡാണ്. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന XEVയുടെയും BE6Eൻ്റെയും ബേസ് മോഡൽസാണ്. അതിൻ്റെ അത്യാവശ്യം സ്പെക്സും കാര്യങ്ങളും നോക്കുമ്പോൾ ദേ ആർ ഓൾസോ ഫെയർലി വെൽ എക്വിപ്ഡ്. പക്ഷെ ഒരു കാര്യം എനിക്കിപ്പോഴും പറയാനുണ്ട്, ദോസ് നെയിംസ് ദേ ആർ വെൽ, നമുക്കിപ്പോഴും അത് ഒരു ഭയങ്കര കോൺസെപ്റ്റ് പേര് പോലെയുണ്ട്. ഒരു പറയാൻ പറ്റുന്ന പേരായിരുന്നെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. ആൻഡ് ഐ ഫോർ സീ പീപ്പിൾ ഹാവിങ് എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടി ഈ പേര് പറയാനായിട്ടും ഓർത്തിരിക്കാനായിട്ടും. എന്തായാലും വണ്ടിയുടെ സ്പെക്ക് പറയുമ്പോൾ 59 kWh ബാറ്ററിയാണ് സ്റ്റാർട്ടിങ്ങിന് വരുന്നത്. കൂടിയ മോഡൽസിന് 79 kWh ബാറ്ററിയാണ് വരുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് റിയർ വീൽ ഡ്രൈവ് ആണ്. ഇതിൻ്റെ സിംഗിൾ മോട്ടോർ വേർഷൻസ്, ഡ്യുവൽ മോട്ടോർ ഉണ്ടാവുമായിരിക്കും, ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സിംഗിൾ മോട്ടോർ വേർഷൻസ് ആണെങ്കിലും ദേ ആർ ഓൾ റിയർ വീൽ ഡ്രൈവ്, റിയർ മൗണ്ടഡ് മോട്ടറാണ്. അഗെയിൻ താങ്ക്സ് ടു ദ ബോൺ EV പ്ലാറ്റ്ഫോം. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. എന്തായാലും റിയർ വീൽ ഡ്രൈവ്, 210 kWh പവർ, ദാറ്റ് ഇസ് മാഡ്നെസ്. നമ്മൾ ലോഞ്ച് വീഡിയോയിൽ കണ്ടായിരുന്നു ആൾക്കാർ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്ന. ഗൗരവ് ഗില്ല് വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് പൊളിച്ചടക്കുന്നുണ്ടായിരുന്നു ട്രാക്കിൽ കൂടെ. ദാറ്റ്സ് ഇൻസെയിൻ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ നമുക്ക് വണ്ടി ആക്ച്വലി ഏറ്റവും ഷോക്കിംഗ് ആയിട്ട് തോന്നണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റൈലിംഗ് ആണ്. സ്റ്റൈലിംഗ് ഭയങ്കര ഒരു സൈബർ ട്രക്ക് സ്ലാഷ് കോൺസെപ്റ്റ് കാർ സ്ലാഷ് നമ്മുടെ ഗെയിംസ് കളിക്കുന്നവരാണെങ്കിൽ ഫോർസ ഹൊറൈസണിൽ ഇതേപോലെ ഇരിക്കുന്ന ഒരു ഇലക്ട്രിക് ട്രക്കൊക്കെ ഉണ്ട്. സോ ഇറ്റ്സ് ലുക്കിംഗ് സ്ട്രേറ്റ് ഔട്ട് ഓഫ് സ്പേസ്. So do I like it? The coupe styling, the very futuristic, angular, extreme styling? No.
ഐ എം നോട്ട് എ ഫാൻ ഓഫ് ദ സ്റ്റൈലിംഗ്. എനിക്ക് പേഴ്സണലി അതിൻ്റെ ഫ്രണ്ട് എൻഡും റിയർ എൻഡും സൈഡിൽ നിന്നൊക്കെ ഐ തിങ്ക് ഇറ്റ് ലുക്സ് വെരി ഓവർ സ്റ്റൈൽഡ് ആൻഡ് എനിക്ക് അത്ര വലിയ അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല. ബട്ട് ദാറ്റ് ഡസൻറ്റ് മാറ്റർ, കാര്യം ഞാനല്ല ഇതിൻ്റെ കസ്റ്റമർ എനിവേസ്. അപ്പോൾ ദ കാർ ആക്ച്വലി ഇസ് ഷോക്കിംഗ്, അത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഭയങ്കര അറ്റൻഷൻ ഗ്രാബറാണ്. ദ സൈസ്, നമ്മളിതിൻ്റെ ടെസ്റ്റ് മ്യൂൾസ് അവിടെ ഇവിടെ ഓടി നടക്കണ കണ്ടപ്പോൾ തന്നെ ഐ വാസ് ആക്ച്വലി ഷോക്ക്ഡ് ബൈ ദ സൈസ്. എസ്പെഷ്യലി ആ XCV9 ഈസ് എ വെരി ലാർജ് കാർ. ആൻഡ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സൈസ് ഡിസ്ഗൈസ് ചെയ്യാൻ നോക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. സോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സൈബർ ട്രക്ക് വൈബ്സ് ഉണ്ട് അതിന്. എനിക്ക് സൈബർ ട്രക്കും കാണാൻ ഇഷ്ടമല്ല ആൻഡ് ജനറലി ബട്ട് അതർവൈസ് എന്തായാലും മഹീന്ദ്ര ഉദ്ദേശിച്ച ആ ഒരു ഇമ്പാക്റ്റ്, ആ ഒരു മാർക്കറ്റ് ഫ്രെൻസി ഈ വണ്ടി കൊണ്ട് കിട്ടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എനിവേസ് വെരി സൂൺ ദീസ് കാർസ് വിൽ ബി ഇൻ ദ ഷോറൂം. ഐ തിങ്ക് അബൌട്ട് 3-4 months അവേ ആയിരിക്കും. ബട്ട് എനിവേസ് വന്നു കഴിയുമ്പോഴേക്കും അതൊരു ഭയങ്കര സംഭവം തന്നെയായിരിക്കും. നമ്മൾ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും ലിറ്ററലി സ്പേസ് ഏജ് ഇൻറ്റീരിയേഴ്സിനാണ് അവർ പോയിരിക്കുന്നത്. നമ്മൾ ആ 6C നോക്കുകയാണെങ്കിൽ ഒരു ഭയങ്കര ഡ്രൈവറിനൊരു കുക്കൂൺ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കോക്പിറ്റും കൊണ്ട്. അതേപോലെ 9E നോക്കുകയാണെങ്കിൽ 3 സ്ക്രീനൊക്കെയാണ് വരുന്നത്. ഓൾ ഓഫ് ദിസ് ഇസ് നൈസ്. നമ്മൾ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുമ്പോൾ ഭയങ്കരമാണ്, നമ്മൾ ഹെഡ്ലൈൻസ് പറയുമ്പോൾ ഭയങ്കരമാണ്. ബട്ട് ഹൗ കംഫർട്ടബിൾ ഓർ ഹൗ ഫ്രണ്ട്ലി ഓർ ഹൗ യൂസ്ഫുൾ ഇറ്റ് വിൽ ബി ഓൺ എ ഡെയിലി ബേസിസ് നമ്മളിത് വെച്ച് യൂസ് ചെയ്യുമ്പോൾ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. കാര്യം ഈ ഒരു ഓവർലോഡ് ഓഫ് സ്ക്രീൻസും കാര്യങ്ങളെല്ലാം ആദ്യം കാണുമ്പോൾ രസമായിരിക്കും, കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. പേഴ്സണലി എനിക്ക് കുറച്ചുകൂടി ഓൾഡ് സ്കൂൾ ഇൻറ്റീരിയേഴ്സാണ് ഇഷ്ടം. ഇറ്റ് ലുക്സ് ലൈക്ക് എ കാർ എന്നുള്ളതാണ്. സ്പേസ് ഷിപ്പ് പോലെ ഇരിക്കണം എന്നില്ല. അപ്പോൾ ബട്ട് ദെൻ അഗൈൻ മഹീന്ദ്രയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റ് നല്ല വൃത്തിയായിട്ട് അറിയാം. ഇന്ത്യൻ മാർക്കറ്റിൽ എന്ത് വിൽക്കും എന്നുള്ളതും എന്ത് വിൽക്കില്ല എന്നുള്ളതും അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അവരവരുടെ റിസർച്ചിലാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു എയർക്രാഫ്റ്റ് ഹാൻഡിൽ പോലത്തെ ഒരു പുൾ സ്ട്രാപ്പും, അത് GT3 RSലൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഓൺ എ ഡെയിലി കാർ വുഡ് യു വാണ്ട് ഇറ്റ്? ഐ ഡോണ്ട് നോ. താക്കോലും കുറച്ചൊരു എയർക്രാഫ്റ്റ് സ്റ്റൈൽ എന്തൊക്കെയോ കുറച്ച് ചെയ്തിട്ടുണ്ട്. സോ ദ സ്റ്റൈലിംഗ് എസൈഡ്, സ്റ്റൈലിംഗ് കുറച്ച് ഓവർ സ്റ്റൈൽഡ് ആണെങ്കിലും ഐ തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ റൺ അവേ ഹിറ്റ്. പക്ഷെ വണ്ടിയുടെ ഇതൊന്നും അല്ല അതിൻ്റെ മെയിൻ കാര്യം. അതിൻ്റെ ഇലക്ട്രിക് ആർക്കിടെക്ചർ, അതേപോലെ അതിൻ്റെ പവർ, അതിൻ്റെ ഫീച്ചേഴ്സ് ദാറ്റ് ഓഫേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അൺബീറ്റബിൾ. സോ ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഒരു ഷേക്കപ്പ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. താർ റോക്സ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു മഹീന്ദ്ര വാസ് ഡൺ. ഓക്കെ, ക്രെറ്റയ്ക്കും ബാക്കി പെട്രോൾ ഡീസൽ വണ്ടികൾക്ക് എല്ലാവർക്കും പണി കൊടുത്ത് മഹീന്ദ്ര അടങ്ങി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ 2 സാധനങ്ങൾ ഇറക്കിയിരിക്കുന്നത്. ആൻഡ് ദീസ് ആർ ഗോയിങ് ടു ബി ബ്ലോക്ക് ബസ്റ്റേഴ്സ്. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസിങ് തന്നെയാണ്. കാര്യം ഇങ്ങനത്തെ ഒരു പ്രൈസിങ് അല്ല ആരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഭയങ്കര ഫീച്ചേഴ്സും ഇത്രയും പവറും ഇത്രയും ഒരു ഫ്യൂച്ചർ പ്രൂഫായിട്ടുള്ളൊരു വണ്ടി ഈ ഒരു പ്രൈസിന് കിട്ടുക എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവരും സീരിയസ്ലി നീഡ് ടു ഗെറ്റ് ഹെൽപ്പ്. അപ്പോൾ എന്തായാലും ദാറ്റ്സ് അബൌട്ട് ദ മഹീന്ദ്ര ഇൻഗ്ലോ ഇലക്ട്രിക് SUVs. അപ്പോൾ നമുക്കിതിൻ്റെ തന്നെ ഡയറക്റ്റ് കോമ്പറ്റീഷൻ ആയിട്ടുള്ള സംഭവം പറയാം, ഇസ് ടാറ്റ. സോ ടാറ്റയുടെ കാര്യം ആക്ച്വലി കുറച്ച് ബുദ്ധിമുട്ടിലാവും ഇനി. കാര്യം ബാക്കി എല്ലാവരേക്കാൾ എഫക്റ്റ് ആവാൻ പോകുന്നത് ടാറ്റയാണ്. കാര്യം ടാറ്റ ഇത്രയും കാലം പിടിച്ചു തന്നിരുന്നത് 2 സാധനങ്ങളിലായിരുന്നു. ഒന്ന് EV, ഒന്ന് സേഫ്റ്റി. അഗൈൻ ഒരു വോളിയം ബ്രാൻഡായ മാരുതി ആയിരുന്നു നമുക്കെപ്പോഴും ടാറ്റ ഫാൻ ബോയ്സ് എല്ലാവരും കളിയാക്കിയിരുന്നത് മാരുതിനെ ആയിരുന്നു. വിത്ത് ഗുഡ് റീസൺ, കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഇപ്പോഴത്തെ പുതിയ ഡിസയറിൻ്റെ ടെസ്റ്റ് റിസൾട്ട്സ് വന്നപ്പോഴേക്കും തിങ്സ് ഹാവ് ടേക്കൺ എ ചേഞ്ച്. കാര്യം ഡിസയറിന് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിരിക്കുകയാണ്. ആരും പ്രതീക്ഷിച്ചില്ല മാരുതി ഡിസയർ അങ്ങനത്തെ ഒരു സംഭവം ഒപ്പിക്കൂ എന്നുള്ളത്. എന്തായാലും അത് ഒപ്പിച്ചു. ആൻഡ് ദാറ്റ് ഈസ് റിയലി ഗോയിങ് ടു ടേൺ ടേബിൾസ്. കാര്യം സാധാരണ ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ യൂട്യൂബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന നോർത്ത് ഇന്ത്യയിലെ ആൾക്കാർ മാരുതിയുടെ മേത്ത് ഈ സ്ട്രെസ് ടെസ്റ്റ് ചെയ്യുന്നതും മറ്റേ ഡോർ അടച്ചിട്ട് സേഫ്റ്റി ജഡ്ജ് ചെയ്യുന്ന മുതലായ പല എക്സ്പേർട്സും ഉണ്ട്. അപ്പോൾ ഇവരുടെ സ്ഥിരം കലാപരിപാടി ഒന്നും ഇപ്രാവശ്യം ഡിസയർ വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചിട്ടില്ല. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് അതാണെന്നുണ്ടെങ്കിൽ ഏത് മാനുഫാക്ചറർ ആണെങ്കിലും കൊടുക്കും. അങ്ങനെയാണ് മാരുതിയും ഇപ്പോൾ ഡിസയറിന് ഈ ഒരു കാര്യം കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിൽ നോക്കുമ്പോൾ ടാറ്റയുടെ ആ സേഫ്റ്റി എന്നുള്ള USP കുറച്ചങ്ങോട്ട് ക്ഷീണം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അപ്പുറത്ത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ കാര്യം ഓൾറെഡി ടാറ്റ കുറച്ച് അടിപറ്റിയിരിക്കുകയായിരുന്നു. കാര്യം ഇന്ത്യയിൽ ഇത്രയും കാലം ലാർജസ്റ്റ് സെല്ലിംഗ് EV നെക്സോണും ടാറ്റയുടെ വണ്ടികളൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ എന്നാൽ കഴിഞ്ഞ മാസം MG വിൻസർ EV വന്നിട്ട് നെക്സോണിൻ്റെ നിന്ന് ആ ക്രൗൺ എടുത്തുകൊണ്ട് പോയി.
സോ എം ജി വിൻസർ ആദ്യം വന്നപ്പോൾ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു റിഗാർഡിങ് ദാറ്റ് ബാറ്ററി ആസ് എ സർവീസ് ആൻഡ് ഓൾ ദാറ്റ്. ഞാൻ കുറേ പേരോട് സംസാരിച്ച് ആരും ഇതുവരെ അത് എടുത്തതായിട്ട് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ദാറ്റ് കാർ ഇസ് ആക്ച്വലി വെരി കേപ്പബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്യുവർ EV പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് സ്പേസും പാക്കേജിങ്ങും കാര്യങ്ങളെല്ലാം ഇസ് ജസ്റ്റ് അമേസിങ്. അതുകൊണ്ട് എം ജി വിൻസർ ഹാസ് റിയലി ടേക്കൺ ഓവർ ദ മാർക്കറ്റ്. ഇറ്റ് ഹാസ് ബിക്കം ഇന്ത്യാസ് ഫേവറേറ്റ് EV നൗ. ഇത്രയും കാലം എം ജി ചൈനീസാണ്, ദേശഭക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാവരും അത് കുഴപ്പമില്ല, നമുക്കിപ്പം നല്ല വണ്ടി മേടിക്കാമെന്ന് പറഞ്ഞ് പീപ്പിൾ ഹാവ് ഗോൺ ഫോർ ദാറ്റ്. ആൻഡ് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റ ഇത്രയും കാലം EVയിൽ അവർ ഒരു ബ്രാൻഡ് ലോയൽറ്റി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്, പുതിയ കസ്റ്റമേഴ്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ഈസി ടു ഗെറ്റ് ന്യൂ കസ്റ്റമേഴ്സ്. പക്ഷേ നമുക്കൊരു എക്സിസ്റ്റിംഗ് കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. ആൻഡ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം സർവീസ് തന്നെയാണ്. കാര്യം അവർ ആ ഒരു സർവീസിന് അത്രയും എക്വിപ്ഡ് ആയിരുന്നില്ല. എനിക്കൊന്നും അവർ തന്നെ പ്രതീക്ഷിച്ച് കാണില്ല ഇത്രയും സെയിൽ ഉണ്ടാവുന്ന വണ്ടിക്കും അതേപോലെ ഇത്രയും വോളി ഇറങ്ങുമെന്നുള്ളതും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കേൾക്കാൻ പറ്റും ടാറ്റയുടെ സർവീസ് നിഗിൾസും കാര്യങ്ങളെല്ലാം. വൈൽ ദി കാർസ് ആർ ഗ്രേറ്റ് ടു ഡ്രൈവ്, ദേ ആർ വെരി സോളിഡ്, സ്റ്റൈലിംഗ് അത്യാവശ്യം നല്ലതാണ്, ഫീച്ചേഴ്സ് സെറ്റ്സും അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് റൈഡ് എവറിത്തിങ് ഇസ് ഗ്രേറ്റ് ഓൺ ദോസ് കാർസ്. പക്ഷേ ഈ സർവീസിൻ്റെ പ്രശ്നം, അതേപോലെ കോൺസ്റ്റൻറ്റ് ബാറ്ററി റീപ്ലേസ്മെൻറ്റ്സ്, ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണം ടാറ്റ EV ഇനി ആസ് ടൈം ഗോസ് ബൈ ഇങ്ങനെ പുതിയ കോമ്പറ്റീഷൻ വന്നു കഴിയുമ്പോഴേക്കും അവർ കുറച്ച് ബുദ്ധിമുട്ടിലാവും. ആൻഡ് കേർവ് EV എന്തൊക്കെ പറഞ്ഞാലും ഒരാഴ്ചയിൽ ആ എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഐ ഡോണ്ട് സീ എനിവൺ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഐസ് കൺവേർട്ട് വെഹിക്കിൾസ് മാറി ഒരു ബോൺ EV പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് ആ ഒരു കാര്യങ്ങളെല്ലാം അവരുടെ ഈ സർവീസും കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ തന്നെ ടാറ്റയ്ക്ക് ഇനി മുമ്പോട്ടുള്ള പോക്കുള്ളൂ. ആൻഡ് അതിനകത്ത് ഏറ്റവും സാഡ് കാര്യം എന്ന് പറഞ്ഞാൽ ടാറ്റയാണ് ശരിക്കും നമുക്കൊരു ഒരു പ്രീമിയം SUV നമുക്ക് ആദ്യം ഇന്ത്യ തന്ന ബ്രാൻഡ് ടാറ്റയാണ്. നമുക്ക് സിയാറ ഉണ്ടായിരുന്നു, ഒരു ഓടിക്കാൻ കൊള്ളാവുന്നൊരു MUV ആയിട്ട് നമുക്ക് സുമോ തന്നായിരുന്നു. അതിന് മുമ്പ് വർക്ക് ഹോസ് ടാറ്റ മൊബൈൽസ് ഉണ്ടായിരുന്നു, ലക്ഷറി എസ്റ്റേറ്റ് ടാറ്റ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. സോ ഇങ്ങനെ ഇത്രയും യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്ന ടാറ്റ ഇപ്പോൾ ജസ്റ്റ് മേക്കിംഗ് ഫ്രണ്ട് വീൽ ഡ്രൈവ് ക്രോസ് ഓവേഴ്സ് ബേസ്ഡ് ഓൺ ദി ഇൻഡിക്ക പ്ലാറ്റ്ഫോം മോർ ഓർ ലെസ് എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഇറ്റ്സ് റിയലി സാഡ്. കാര്യം ഡിസ്പൈറ്റ് ദ ഗ്രേറ്റ് സ്റ്റൈലിംഗ് ആൻഡ് എവറിത്തിങ് അവർക്ക് ഓൾ ന്യൂ വണ്ടികൾ വരാനുള്ള സമയമായി. സിയറ EV ആണ് ഇനി ഹോപ്പ്. പക്ഷേ ഐ എം ഷുവർ ഇപ്പോൾ ഈ മഹീന്ദ്രയുടെ ഈ 2 വണ്ടികൾ ഇറക്കി കഴിഞ്ഞപ്പോഴേക്കും ടാറ്റാസ് റണ്ണിങ് ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് ആൻഡ് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ് അതിനകത്ത് ഉണ്ടാക്കേണ്ടി വരും. കാര്യം ഇനി ഞെട്ടിക്കാണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും കാലം നമ്മൾ കാണുന്ന ഓൺലൈൻ കാണുമ്പം ഈ ചൈനീസ് EVs ഒക്കെ നമ്മൾ കാണും, അതിനകത്ത് ഭയങ്കര ക്രേസി ഫീച്ചേഴ്സും സാധനങ്ങളെല്ലാം ഉള്ളത്. മഹീന്ദ്ര അതാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ. ദിസ് ഇസ് ആക്ച്വലി ഒരു ബിഗ് ടേണിംഗ് പോയിന്റ് ഇൻ ദ ഇന്ത്യൻ EV ഇൻഡസ്ട്രി വിത്ത് ദീസ് 2 കാർസ്. അപ്പം നമ്മൾ എന്തായാലും എം ജി വിൻസറിൻ്റെ കാര്യവും സെയിൽസും പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ഈ മഹീന്ദ്രയുടെ ഈ 2 വണ്ടികൾ ഇറങ്ങിയതിൻ്റെ ഒരു റിസൾട്ടായിട്ട് എം ജി വിൻസറിൻ്റെ 50 kWh ബാറ്ററി ഉള്ള വേർഷനും കൂടെ ഇറങ്ങാൻ പോകാമെന്ന് കേൾക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഇതിനെപ്പറ്റി പറഞ്ഞായിരുന്നു. അവർ ചെറിയ ബാറ്ററി 39 kW വെച്ചിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. ആൻഡ് ദാറ്റ് വിൽ നോട്ട് ഡൂ ഫോർ ഇന്ത്യ ആ ഒരു പ്രൈസിൽ. കാര്യം നമുക്ക് ഇവിടുത്തെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് കുറച്ചുകൂടെ വലിയ ബാറ്ററി ഒരു ക്ലോസർ ടു 500 km റേഞ്ച് കിട്ടിയാലേ കാര്യമുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് പ്രിസൈസ്ലി വാട്ട് മഹീന്ദ്ര ഈസ് ഓഫറിംഗ് വിത്ത് ദ ഇൻഗ്ലോ SUVs. 500 km റേഞ്ച് കിട്ടുന്നതാണ് പറയുന്നത്. ആൻഡ് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് സ്പീഡ്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സൗത്ത് ഇന്ത്യയിലത്തെ ഹൈവേസിൽ എസ്പെഷ്യലി കമ്പനീസ് ആർ അപ്ഗ്രേഡിങ് ചാർജേഴ്സ്. പലയിടത്തും 100+ kWh ചാർജേഴ്സ് വന്നു കഴിഞ്ഞു. സോ ആ സാധനങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻഗ്ലോ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അത്രയും കേപ്പബിൾ ആയിട്ടുള്ള വേറൊരു വണ്ടിയും കൊണ്ട് നമ്മൾ ഹൈവേയിൽ ഇറങ്ങുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ബ്രീസ്. ഇപ്പോൾ എന്തായാലും നമ്മൾ പുതിയ ബ്രാൻഡ്സ്, പുതിയ ഇലക്ട്രിക് ബ്രാൻഡ്സിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ നമുക്കൊരു കാര്യം പറയാണ്ട് പറ്റില്ല. കഴിഞ്ഞ ആഴ്ച സംഭവിച്ച ഏറ്റവും വലിയ കാര്യമാണ് ജാഗ്വാർ. എല്ലാവരും ആക്ച്വലി മറന്നിരിക്കുമായിരുന്നു ജാഗ്വാറിനെ പറ്റിയിട്ട്. ജാഗ്വാർ ഔട്ട് ഓഫ് ദ ബ്ലൂ അവർ ഭയങ്കര ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി. ദേ വോക്ക് അപ്പ് ഫ്രം ദേ സ്ലംബർ എന്ന് തന്നെ പറയാം. എന്തായാലും ജാഗ്വാറിൻ്റെ ഒരു പുതിയ പരസ്യം ഇറക്കിയിട്ടുണ്ട്. അത് എന്തിൻ്റെ പരസ്യമാണെന്ന് അറിയില്ല. പലവരും ആദ്യം വിചാരിച്ച് ജാഗ്വാർ പൈപ്പിൻ്റെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ അല്ല. പിന്നെ ആൾക്കാർ ഫാഷൻ ബ്രാൻഡാണെന്ന് വിചാരിക്കുന്നു. അറിയില്ല, അത് ഫാഷൻ ബ്രാൻഡാണെങ്കിൽ കുറച്ച് സാഡാണ് അതിൻ്റെ കാര്യം. ആൻഡ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും ജാഗ്വാറിൻ്റെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളൊക്കെ പോയി. എന്നിട്ട് ഈ പുതിയ വോക്ക് സാധനമാണ് വന്നിരിക്കുന്നത് മൊത്തത്തിൽ. ആൻഡ് അവരൊരു ടൈറ്റിലിട്ടു, കോപ്പി നത്തിങ്. അപ്പോൾ കോപ്പി നത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് ആർക്കും ഒന്നും മനസ്സിലായില്ല. എന്ത് പറ്റി ജാഗ്വാറിന്? നമ്മളെല്ലാവരും വിചാരിച്ച് പേജ് ഹാക്കായെന്നാണ്. എന്തായാലും ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈൽ നമ്മളിത് കാണുമ്പോൾ ഇത് ഭയങ്കര കോൺട്രവേഴ്ഷ്യലാണ്. ഇവർ എന്ത് കാണിച്ചിരിക്കുന്നത്, വാട്ട് ഹാസ് ഹാപ്പൻ ടു ദ ലെജൻഡറി ജാഗ്വാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആലോചിക്കും. പക്ഷേ ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഹൂ കെയർഡ് അബൌട്ട് ജാഗ്വാർ? ജാഗ്വാർ എന്നുള്ള ബ്രാൻഡ് ആർക്കും ഓർമ്മ പോലും ഇല്ല. ജാഗ്വാർ
നമുക്കൊക്കെ അറ്റ്ലീസ്റ്റ് എൻ്റെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ജാഗ്വാർ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ആദ്യം കാണുന്നത് ശരിക്കും സ്റ്റിങ്ങിൻ്റെ പാട്ട് ഡെസേർട്ട് റോസ് എന്ന് പറഞ്ഞ പാട്ടിനകത്ത് ആ ഒരു ജാഗ്വാർ എസ് ടൈപ്പിലിരുന്ന് പോകുന്നത് ദാറ്റ് ഇസ് എ ഫോർ എവർ ഒരു മെമ്മറി എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷെ എന്നാൽ അവിടെ നിന്ന് പിന്നെ താഴത്തേക്ക് നോക്കുമ്പോൾ ഇറ്റ് ഹാസ് ഓൾ ബീൻ ഡൗൺ ഹിൽ. നമ്മുടെ ആദ്യത്തെ XF വന്നപ്പോൾ അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ XF വന്നു, XE വന്നു, ഇപ്പോൾ ഏതാ XF ഏതാ XE എന്നും മനസ്സിലാവാൻ പറ്റാത്ത പോലെയായി. നല്ല എൻജിൻസൊക്കെ പോയി, പഴയ XFR, XKR, ഓൾ ദീസ് വെ ക്രേസി കാർസ്. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 10 കൊല്ലത്തേക്ക് ജാഗ്വാർ ലീവ് എടുത്ത് വീട്ടിൽ പോയി. ഈ ഉള്ള വണ്ടികൾ തന്നെ വിറ്റോ എന്നുള്ള മട്ടിലായിരുന്നു. നോബഡി റിയലി കെയർഡ് അബൌട്ട് ഇറ്റ്. ജാഗ്വാർ എന്ത് ചെയ്തിരുന്നെങ്കിലും സത്യം പറഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. ജാഗ്വാറിന് അറിയായിരുന്നു അവർക്ക് ഇനി ആരെങ്കിലും അവരെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ തന്നെ ദേ ഹാവ് ടു ഡു സംതിങ് റിമാർക്കബിൾ, ദേ ഹാവ് ടു ഡു സംതിങ് ഔട്ട് ഓഫ് ദിസ് വേൾഡ്. ഇത് ഭയങ്കര ഔട്ട് ഓഫ് ദ വേൾഡ് ആയിപ്പോയി. പക്ഷേ എങ്കിലും എല്ലാവരും ഇപ്പോൾ ജാഗ്വാറിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഫോർ ഗുഡ് ഓഫ് എ ബാഡ്, എനി പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി. അതുകൊണ്ട് ജാഗ്വാർ ഇസ് നൗ ഗോയിങ് ഓൾ ഔട്ട്. ഇപ്പോൾ ജാഗ്വാർ അവരുടെ ആദ്യത്തെ വണ്ടിയുടെ ഒരു കവേർഡ് ഒരു ടീസർ ഫോട്ടോ പോലെ കാണിച്ചായിരുന്നു. ഇറ്റ് ലുക്സ് ലൈക്ക് പഴയ ഡോഡ്ജ് മാഗ്നം പോലെയുണ്ട്. ആൻഡ് ബാക്കിലത്തെ എന്തോ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിൽ ആരോ ഒരു വണ്ടിയുടെ ബാക്കിൽ വിൻഡോയ്സ് പിടിപ്പിച്ച പോലെ. ബട്ട് എനിവേസ് ജാഗ്വാർ ഇപ്പോൾ എല്ലാവരുടെയും ഒരു ടോക്കിംഗ് പോയിൻ്റ് ആയിട്ടുണ്ട്. ഇനി എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഓൺ ദ മാറ്റർ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആൻഡ് ലോഞ്ചസ് നമുക്കൊരു വണ്ടിയും കൂടെ പറയാനുണ്ട്. മാസ് മാർക്കറ്റ് ബ്രാൻഡ്, മാസ് മാർക്കറ്റ് കിങ് ആയ ഹോണ്ട ടു വീലേഴ്സ് ഇന്ത്യ അവരവരുടെ പുതിയ ഇലക്ട്രിക് ആക്റ്റീവ് ഇറക്കിയിരിക്കുകയാണ്. കുറേ കാലമായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. ഹോണ്ട വരുമ്പോൾ ഞെട്ടും, മാർക്കറ്റ് കിടുങ്ങും, ദിസ് ഈസ് ഗോയിങ് ടു ബി സംതിങ് എൽസ് എന്ന് പറഞ്ഞ് 2 ഇലക്ട്രിക് വണ്ടികൾ അവർ ഇന്നലെ അൺവെയിൽ ചെയ്തിട്ടുണ്ട്. പ്രിറ്റി ലൂക്ക് വാം അറ്റ്ലീസ്റ്റ് ഇനീഷ്യൽ റെസ്പോൺസ് കണ്ടിട്ട്. 2 വണ്ടികളാണ് അവർ അൺവെയിൽ ചെയ്തിരിക്കുന്നത്. വൺ ഇസ് ദി ആക്ടിവ ഇ, പിന്നെ ഒരു QC1 എന്ന് പറഞ്ഞൊരു വണ്ടി. ഈ QC1 എന്ന് പറഞ്ഞ വണ്ടി വളരെ ചെറിയ ഒരു സ്പെക്കാണ്. 1.5 കിലോവാട്ട് അവർ ബാറ്ററിയും 1.8 കിലോവാട്ട് പവറുള്ളൊരു മോട്ടറും 50 കിലോമീറ്റർ സ്പീഡും 80 കിലോമീറ്റർ റേഞ്ചും. ഇതുപോലെ 10-40,000 രൂപയ്ക്ക് ഇറക്കിയാൽ വല്ല കാര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഇവർ എന്തിനത് ചെയ്യണമെന്ന് വെച്ചാൽ ഡോണ്ട് നോ. രണ്ടാമത്തെ വണ്ടി ഇസ് ദി ആക്ടിവ ഇ. ആക്ടിവ ഇ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സ്വാപ്പബിൾ ബാറ്ററിയാണ് വരുന്നത്. ഐ സ്ലൈറ്റ്ലി ബെറ്റർ. 100 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്, 80 കിലോമീറ്റർ ടോപ്പ് സ്പീഡുണ്ട്. ബട്ട് ദെൻ അഗൈൻ ഐ ഡോണ്ട് നോ ഇത് എത്രത്തോളം ഇപ്പോഴത്തെ മാർക്കറ്റിൽ അത് വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ടാവുമെന്ന്. കാര്യം ഇന്ത്യൻ ഇലക്ട്രിക് ടു വീലർ ഇൻഡസ്ട്രി ഈസ് ജസ്റ്റ് ഇൻസെയിൻ. കാര്യം നമ്മളിവിടെ വേറെ എവിടെയും കാണാത്തത്ര ഇന്നോവേഷനും കാര്യങ്ങളാണ് കാണുന്നത്. വിത്ത് ടേംസ് ഓഫ് ഏത്തർ ഫോർ എക്സാമ്പിൾ. ഏത്തർ ഇസ് ജസ്റ്റ് മൈൻഡ് ബ്ലോയിങ്. അവരുടെ ടെക്നോളജിയും അവരുടെ വെഹിക്കിൾസും. ഞാൻ ഇത്രയും കൊല്ലം ഏത്തർ യൂസ് ചെയ്തിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ ആ വണ്ടിനെ കുറിച്ച് നെഗറ്റീവ് പറയാനൊന്നുമില്ല, ആ ബ്രാൻഡിനെ പറ്റി നെഗറ്റീവ് പറയാനൊന്നുമില്ല. കാര്യം ദെയർ വെഹിക്കിൾസ് ആർ സോ ഫാന്റാസ്റ്റിക്കലി എഞ്ചിനീയർഡ്, സോ നൈസ് ടു ഡ്രൈവ്, സോ ഇന്നോവേറ്റീവ് ആൻഡ് സോ ഹെഡ് ഓഫ് ടൈം. അപ്പോൾ അതുകൊണ്ട് അതിനെ കമ്പീറ്റ് ചെയ്യാൻ, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യക്ക് അതൊന്നും ആവശ്യമില്ല. ഇന്ത്യക്കാർക്ക് വേണ്ടത് ഡാൻസും പാട്ടും കളിച്ച് മറ്റേ ദിവാലിക്ക് തന്നെ കത്തുന്ന ഓലയാണ് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യാസ് ലോസ്. ബട്ട് എനിവേസ് ഓലയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഓല അഗൈൻ ഇന്ത്യൻ ടു വീലർ ഇലക്ട്രിക് വണ്ടികൾ പറയുമ്പോൾ നമുക്ക് ഓലയുടെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഓലയും അവരുടെ 2 വണ്ടികൾ ഇറക്കിയിട്ടുണ്ട്. റിമൂവബിൾ ബാറ്ററിയുള്ള 2 സ്കൂട്ടറുകളാണ് ഓല ഇറക്കിയിട്ടുള്ളത്. ഓല S1Z ആൻഡ് S1Z+ എന്ന് പറഞ്ഞ 2 മോഡൽസാണ് ഇറക്കിയിരിക്കുന്നത്. അഗൈൻ 3 കിലോവാട്ട് ഹബ് മോട്ടറാണ് 2 വണ്ടിയിലും ഉള്ളത്. ആൻഡ് പ്രൈസിങ്ങും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. 60,000 ആൻഡ് 65,000 ആണ്. പക്ഷേ ഇതൊന്നും ഓലയിൽ കഥയില്ല. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓല നീഡ്സ് ടു ഗെറ്റ് ഇറ്റ്സ് ക്വാളിറ്റി ആക്ട് ടുഗെദർ. വണ്ടികളാണെങ്കിലും സർവീസ് ആണെങ്കിലും ഇങ്ങനെ പുതിയ മോഡൽ അൺവെയിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ മേടിച്ച ആൾക്കാരുടെ അവസ്ഥ ഇപ്പോഴും വളരെ ശോകമാണ്. അതുകൊണ്ട് ഇപ്പോഴും ആ ഒരു ബ്രാൻഡ് റെക്കമെൻഡ് ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും കൂടെ ആരാണ്ട് ഓല സ്കൂട്ടറിന് 90,000 രൂപ റിപ്പയർ ബില്ല് കിട്ടിയെന്നും പറഞ്ഞ് ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ ഇട്ട് ഒരു ചുറ്റിക്കെട്ട് അടിച്ച് പൊട്ടിക്കണ്ടായിരുന്നു. സോ ഇത്രയും ഫ്രസ്ട്രേഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കസ്റ്റമറിനെ പ്രാന്താക്കിയിട്ട് എക്വിപ്മെൻറ്റും പ്രൈസും കുറച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഓല ഇലക്ട്രിക് വിൽ ലേൺ ഫ്രം ഓൾ ഓഫ് ദിസ് ആൻഡ് അവരുടെ റിലയബിലിറ്റിയും കാര്യങ്ങളും R&Dയും എല്ലാം കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കുമായിരിക്കും. അപ്പം നമുക്ക് ഈ 2 വീലർ ഇന്നോവേഷനിൽ പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറയണം. ഇതൊരു സ്ട്രിക്ട്ലി 2 വീലർ അല്ല, ഒരു 2+3 വീലറാണ്. ഇറ്റ്സ് കോൾഡ് ദ ഹീറോ സർജ്. ഈ ഹീറോ സർജ് എന്ന് പറഞ്ഞ വണ്ടി അവർ ഒരു യുണീക്ക് കോൺസെപ്റ്റായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് ഇത് 2 വീലറും ആവാം 3 വീലറും ആവാം, എങ്ങനെ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്. കഴിഞ്ഞ കൊല്ലം കാണിച്ചായിരുന്നു. ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ളത്. ആൻഡ് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇറ്റ്സ് എ 2 വീലർ ആക്ച്വലി, എന്നിട്ട് ബാക്കിൽ ഒരു 3 വീലർ ബോഡിയിലോട്ട് ഈ സാധനം ഓടിച്ചാൽ കയറ്റി ലോക്ക് ചെയ്യുവാണ്. ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് 3 വീലറായി, അല്ലെങ്കിൽ അത് 2 വീലറാണ്. ഒരു ഇന്നോവേറ്റീവ് ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റാണ്. ഐ തിങ്ക് ഇറ്റ് മൈറ്റ് സീ സം സക്സസ്.
പക്ഷേ അറിഞ്ഞുകൂടാ, കാര്യം വണ്ടിയുടെ ക്വാളിറ്റി പോലെ ഇരിക്കും. ഇപ്പോൾ ഇതേപോലത്തെ ഒരു ഇന്നോവേറ്റീവ് കോൺസെപ്റ്റ് ആയിരുന്നു നമ്മുടെ ഐഷർ പോളാറിസിൻ്റെ മൾട്ടി എക്സ് എന്ന് പറഞ്ഞിട്ട് വണ്ടി. പക്ഷേ അതും അതിനകത്ത് കൺസ്ട്രക്ഷനും മറ്റേ ലോഡ് ബെയറിങ്ങിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു PTO ഡ്രൈവൊക്കെ ഉണ്ടായിരുന്നു അതിന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ വണ്ടി അത്ര വലിയൊരു ഹിറ്റൊന്നും ആയില്ല. അപ്പോൾ ഇത് ശരിക്കും ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു സാധനമായിരിക്കുമോ അതോ ഇതൊരു ഗിമ്മിക്കായി തീരുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ബട്ട് ഷുവർലി എൻ ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ആൻഡ് ഫുൾ മാർക്സ് ടു ഹീറോ ഫോർ ട്രൈയിങ് സംതിങ് ന്യൂ. എന്തായാലും ഇപ്പോൾ കുറേ ഇലക്ട്രിക് ന്യൂസായി, നമുക്ക് കുറച്ച് എക്സൈറ്റിംഗ് ന്യൂസ് പറയാം. പുതിയ M5 ഇന്ത്യയിൽ ലോഞ്ച് ആയിരിക്കുകയാണ്, 1.99 crore. സോ M5 ഇൻ്റർനാഷണൽ ഈ ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ദ ബട്ട് ഓഫ് ഓൾ ജോക്സ്. കാര്യം അതിൻ്റെ വെയിറ്റും അതിൻ്റെ സൈസും ഇതും എല്ലാം വെച്ച് എല്ലാവരും അതിനെ കളിയാക്കുമായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇറ്റ് സ്റ്റിൽ ഹാസ് എ പ്രോപ്പർ ട്വിൻ ടർബോ V8. ഇന്ത്യയിൽ ഇപ്പോൾ 1.99 crore ലോഞ്ച് ആയിരിക്കുന്നത്. ദാറ്റ് ഈസ് ജസ്റ്റ് എ ഫ്യൂ ക്രോർസ് അബവ് ദ C63. C63 4 സിലിണ്ടറും കുറേ ഇലക്ട്രിക്കും സാധനങ്ങളെല്ലാം വെച്ചിട്ട് M5 നോക്കുമ്പോൾ 4.4 ട്വിൻ ടർബോ V8 ആണ്. അതിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റം ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ 717 ഹോഴ്സ് പവർ ആൻഡ് 1000 Nm ടോർക്കാണ് വരുന്നത്. ഇറ്റ്സ് എ മാഡ് കാർ. ഇപ്പോൾ എന്തായാലും അതും ലോഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മൾ M5യുടെ ഒക്കെ കാര്യം പറഞ്ഞു. എക്സൈറ്റിംഗ് വണ്ടികളുടെ ന്യൂസ് പറയുമ്പോൾ ടൊയോട്ട ഹാസ് അനൗൺസ് ദാറ്റ് അവരവരുടെ സെലിക്ക എന്നുള്ള ബ്രാൻഡ് തിരിച്ചു കൊണ്ടുവരാൻ പോവാണ്. സെലിക്ക 90s കിഡ്സിന് എല്ലാവർക്കും ഭയങ്കര ഒരു ലെജൻഡറി നെയിം തന്നെയാണ്. ടൊയോട്ടയുടെ 90s ഒരു കൂപ്പേ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ചെറുതായിട്ട് സൈനോസ് ഉണ്ടായിരുന്നു, വിച്ച് വാസ് ദ സ്റ്റാർലെറ്റ് ബേസ്ഡ് കൂപ്പേ, ചെറുത്. അതിൻ്റെ മുകളിൽ യു ഹാഡ് ദ സെലിക്ക. വേറെ കുറേ വണ്ടികളുണ്ടായിരുന്നു, പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡുകൾ സെലിക്കയായിരുന്നു. സെലിക്ക അഗൈൻ ഫ്രണ്ട് വീൽ ഡ്രൈവ്, നോട്ട് എ വെരി ഹാർഡ് കോർ കാർ, പക്ഷേ നൈസ് ഫൺ സ്റ്റൈലിഷ് കാർസ് ആയിരുന്നു. സെലിക്കയുടെ തന്നെ 4 വീൽ ഡ്രൈവ് GT4 versions were epic rally cars. സോ സെലിക്ക കഴിഞ്ഞിട്ട് ദെൻ യു ഹാഡ് ദി MR2, ദെൻ യു ഹാഡ് ദ സൂപ്പർ. സോ അങ്ങനെയായിരുന്നു ടൊയോട്ടയുടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ലൈനപ്പ് ഉണ്ടായിരുന്നത്. സോ ആ സെലിക്ക ബ്രാൻഡ് ഒരു mid-2000s കഴിഞ്ഞപ്പോഴേക്കും ലാസ്റ്റ് അവരുടെ ബാറ്റ്മാൻ സെലിക്ക ആ ഒരു സ്റ്റൈലിംഗ് വന്ന വണ്ടി കഴിഞ്ഞോടെ ദേ സ്റ്റോപ്പ് ദാറ്റ് ബ്രാൻഡ്. എന്നിട്ട് പിന്നെ അതിനെപ്പറ്റി ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല ആൾക്കാർ. പക്ഷേ ഇപ്പോൾ ടൊയോട്ട ഇസ് നൗ ഓൺ എ ന്യൂ ഫൺ സ്പ്രീ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവർ സെലിക്ക എന്നുള്ള ആ ഒരു എപ്പിക് നെയിം തിരിച്ചു വരാൻ പോവുകയാണ്. അവരുടെ ഒരു ആനിമേ കാർട്ടൂണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബോർഡിലാണ് നമുക്ക് ഈ സാധനം വെച്ചിട്ടുണ്ടായിരുന്നത്. സെലിക്ക മാർക്ക് 8 എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് എ ഹിന്റ് ദാറ്റ് കാർ ഇസ് കമ്മിങ് ഡെഫിനറ്റ്ലി. ഇപ്പോൾ എന്തായാലും ജാപ്പനീസ് മാനുഫാക്ചേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പിന്നെ പറയാനുള്ളത് നിസാനാണ്. നിസാൻ ഗ്ലോബൽ ഹാസ് അനൗൺസ് ദാറ്റ് അവരുടെ ഇനി ജീവിക്കാനായിട്ട് 12-14 മാസത്തേക്കുള്ള പൈസയും കൂടെ ബാക്കിയുള്ളൂ. കാര്യം റെനോ അവരുടെ അകത്തുണ്ടായിരുന്ന സ്റ്റേക്ക് കുറച്ചു. അത് കുറച്ചോടെ തന്നെ നിസാൻ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. നിസാൻ നമ്മളെല്ലാവരും കണ്ടു വളർന്ന ഒരു ബ്രാൻഡാണ്. വിത്ത് എപ്പിക് കാർസ് ലൈക്ക് ദ 300ZX, ദ സ്കൈലൈൻ, ഫെയർ ലേഡി, ഇങ്ങനത്തെ എത്ര സാധനങ്ങൾ നമ്മൾ കണ്ട്. ഇതെല്ലാം പോസ്റ്റർ കാർസ് ആയിരുന്നു. അവിടെ നിന്ന് എങ്ങനെ ഈ താഴത്തോട്ട് എത്തി എന്നുള്ളത് ഇറ്റ് റിയലി ഡിസേർവ്സ് എൻ എൻറ്റയർ എപ്പിസോഡ് ടു ഇറ്റ് സെൽഫ്. സോ നമുക്ക് ഇഫ് യു ഗൈസ് വോണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി അതിനെപ്പറ്റി ഒരു എപ്പിസോഡും കൂടെ ചെയ്യാം. എന്തായാലും ഇനിയിപ്പോൾ നിസാൻ ഇന്ത്യയിലും എന്താവും സിറ്റുവേഷൻ എന്നുള്ളത് ഇത് കണ്ടറിയണം. ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ എഫക്റ്റ് ആവാൻ ചാൻസ് കുറവാണ്. പിന്നെ ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇപ്പോൾ ഒരു മാഗ്നറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് എക്സ്ട്രയിലാണ്. അത് ദാറ്റ് ഈസ് എ ഹോൾ ഡിഫറെൻറ്റ് ബോൾ ഗെയിം ബൈ ഇറ്റ് സെൽഫ്. എന്തിനെ ഇറക്കിയെന്ന് ആർക്കും അറിയാത്തൊരു വണ്ടിയാണത്. അപ്പോൾ എന്തായാലും ഓൺ ദാറ്റ് സാഡ് നോട്ട് നമുക്ക് വി വിൽ വൈൻഡ് അപ്പ് ടുഡേയ്സ് എപ്പിസോഡ്. So ഇന്നത്തെ എപ്പിസോഡ് I hope you guys found it informative. If you did, please do share it with your friends. Channel subscribe ചെയ്യാത്തവരാണെങ്കിൽ please do consider clicking the subscribe button. Thank you so much for joining in guys and have a great day. Bye bye.